ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വ്ലോഗ് നമ്പർ 16 ആണ്. റിപ്ലൈയിങ് ടു യുവർ കമന്റ്സ്. നമ്മുടെ മുമ്പത്തെ വീഡിയോ പാർട്ട് 1ന്റെ ഒരു പാർട്ട് 2 ആയിട്ട് തന്നെ കൂട്ടാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സുവോളജി ആൻഡ് ബോട്ടണി റെക്കോർഡ് എങ്ങനെയാണ് ചെയ്തതെന്നൊന്ന് കാണിക്കാവോ? അത് കാണിക്കാം കേട്ടോ. പക്ഷെ ഞങ്ങൾക്കൊരു മാനുവൽ തന്നിട്ടുണ്ടായിരുന്നു, റെക്കോർഡ് മാനുവൽ. അത് നോക്കിയിട്ടാണ് ഞാൻ വരച്ചത്. അതിന്റെ ഓർഡറിൽ തന്നെയാണ് വരച്ചത്. ഞങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണ് വരച്ചത്. ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. സ്കൂളൊക്കെ തുറന്നില്ലേ, അപ്പോൾ നോട്ട്സ് ഒക്കെ തരുന്നതും അതുപോലെ എക്സാമിനർ ഇതെല്ലാം കൂടെ ആകുമ്പോൾ ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്യാനും വീഡിയോ എടുക്കാനും ഒന്നും പറ്റാത്തത്. അത് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, +1 ടെക്സ്റ്റ് എവിടെ നിന്നാണ് വാങ്ങിയെന്നാണ്. ഞാനിവിടെ അടുത്തുള്ള ഒരു ബുക്ക് സ്റ്റോളിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് അടുത്തുള്ള ബുക്ക് സ്റ്റോൾ ഉണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കുക. അല്ലെങ്കിൽ തന്നെ മറ്റേ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇതുപോലെയൊക്കെ ഷോപ്പിംഗ് സൈറ്റുകളുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ കയറി വാങ്ങിക്കുക. അതിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3, സ്റ്റഡി റൊട്ടീൻ കാണിക്കോ? സത്യം പറഞ്ഞാൽ എനിക്കൊരു സ്റ്റഡി റൊട്ടീൻ എന്ന് പറയാനില്ല. എനിക്ക് തോന്നുമ്പോഴാണ് ഞാൻ മിക്കവാറും പഠിക്കാതിരിക്കുന്നത്. സ്കൂളിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു 6:30 ഒക്കെ ഇരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുമല്ലോ. അങ്ങനെ എണീറ്റൊക്കെ പോകാറുണ്ട്. എന്നാലും 10, 11, മാക്സിമം 12 അത്രയൊക്കെയാണ് മിക്കവാറും ഇരിക്കാറ്. അപ്പം എനിക്കങ്ങനെ കറക്റ്റായിട്ട് സ്റ്റഡി റൊട്ടീൻ എന്ന് പറയാനില്ല. എനിക്ക് ഒരു 2-3 ദിവസത്തിൽ കൂടുതൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ടൈം ടേബിൾ, ഇങ്ങനെ വീക്ക്ലി ടൈം ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിലും എനിക്ക് അതിൽ കൂടുതൽ അത് സഹിച്ച് പോകാനൊക്കത്തില്ല. കാരണം പെട്ടെന്ന് ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉള്ള ടൈം ടേബിൾ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി അങ്ങനൊന്നും ടൈം ടേബിൾ ഉണ്ടാക്കാറില്ല. ഞാൻ അങ്ങനെ ഉണ്ടെങ്കിലും ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നതിന് കുറച്ച് നേരം മുമ്പ് അല്ലെങ്കിൽ രാവിലെ, അന്നത്തെ ദിവസം രാവിലെ പ്ലാൻ ചെയ്യും ഇന്ന് എന്താണ് പഠിച്ചു തീർക്കേണ്ടതെന്ന്. ഇൻ കേസ് അത് പഠിച്ചു തീർന്നില്ലെങ്കിലും പിറ്റേന്ന് അത് പഠിച്ചു തീർത്തിട്ടേ കിടക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇതുണ്ട്. അല്ലാതെ സ്റ്റഡി റൊട്ടീൻ എന്ന് പറയാൻ എന്നേക്കുമായിട്ടല്ലേ എന്നും അങ്ങനെ ഒരു ഇതില്ല. പിന്നെ എക്സാമിനറിന്റെ ടൈം ടേബിളിന്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്കിപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കൊരു ഫാമിലി ഫംഗ്ഷനൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ അത് ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് സെക്കൻഡ് ചാപ്റ്റേഴ്സൊക്കെ കുറച്ച് ഇപ്പോഴും പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. പിന്നെ ഞാൻ അത് അവിടെ ഇട്ടിട്ട് 3ാമത്തെ ചാപ്റ്ററിലോട്ട് ഇപ്പോൾ അവർ എൻ്റർ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ അങ്ങ് പോയി. ഇല്ലെങ്കിൽ സെക്കൻഡ് നടക്കത്തില്ല, തേർഡ് നടക്കത്തില്ല, എല്ലാം കൂടെ പെൻഡിങ് ആവും. അപ്പം അതിനെയും ക്ലിയർ ചെയ്ത് വരണം. സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഇനി ബാക്കി അതിൻ്റെ കൂടെ ക്ലിയർ ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ സ്റ്റഡി റൊട്ടീൻ ആയിട്ടില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലായിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു. എല്ലാവർക്കും വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതുപോലെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലി 783 സബ്സ്ക്രൈബേഴ്സായി ഞാൻ വീഡിയോ എടുക്കുന്ന ഈ സമയത്ത് വരെ. അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, ചേച്ചി +1 നോട്ട്ബുക്സ് സൈസ് പേജസ് ഒക്കെ ഒന്ന് പറയണേ, ഈച്ച് ആൻഡ് എവറി സബ്ജക്റ്റ്. അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. +1ലെ നോട്ട്ബുക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പ്ലെയിൻ ആയിട്ട് വരിയില്ലാത്ത നോട്ട്ബുക്സാണ് എല്ലാം എടുത്തത്. അതുപോലെ വലിയ നോട്ട്ബുക്സ് വേണം കേട്ടോ. നിങ്ങളുടെ സ്കൂളിൽ നോട്ട് തരുന്നതിനനുസരിച്ച് എൻ്റെ സ്കൂളിൽ നന്നായിട്ട് നോട്ട് തരുമായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി വലിയ ബുക്സാണ് എടുത്തത്. നീളത്തിലായാലും ഇച്ചിരി നമ്പർ ഓഫ് പേജസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ വലിയ ബുക്കാണ് എടുത്തത്. മാത്സ് ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും വലിയ ബുക്ക് വേണം. പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയും വലുതെടുത്തെങ്കിലും അത്രയും പേജുള്ള ഞാൻ എടുത്തിട്ടില്ല. എന്നിട്ടും അത് നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സുവോളജിയുടെയും ബോട്ടണിയുടെയും കാര്യമാണെങ്കിലും നോട്ട് തരുമെങ്കിൽ, നിങ്ങളുടെ സ്കൂളിൽ നന്നായിട്ട് നോട്ട് തരുമെങ്കിൽ ഇച്ചിരി വലിയ ബുക്കാണ് എല്ലാം എടുക്കുന്നത് നല്ലത്. മാത്സും ഫിസിക്സും എനിക്ക് പിന്നെയും 2-3 ബുക്സ് വേണ്ടി വന്നു. ഞാൻ ആദ്യം എടുത്ത വലിയ ബുക്കാണ്, പിന്നെ എടുത്ത ചെറുതായിരുന്നു. പക്ഷേ 2-3 ബുക്ക് അങ്ങനെ വേണ്ടി വന്നു. അപ്പം അത്യാവശ്യം വലിയ ബുക്ക് തന്നെ നോക്കി എടുക്കാൻ ശ്രമിക്കണം. പിന്നെ സുവോളജിയും ബോട്ടണിയും ഞങ്ങൾക്ക് 2 പേരായിരുന്നു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് 2 ബുക്ക് എടുക്കണമായിരുന്നു. നിങ്ങൾക്ക് സുവോളജിയും ബോട്ടണിയും ഒരാൾ തന്നെയാണ് പഠിപ്പിക്കുന്നതെന്ന് വല്ലതും ഉണ്ടെങ്കിൽ ഒരു ബുക്ക് എടുത്താൽ മതിയായിരിക്കും. അല്ലെങ്കിൽ ആ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തത് ബെസ്റ്റ് യൂട്യൂബ് ചാനൽസ് ഫോർ ഈച്ച് സബ്ജക്ട്സ്. +1ന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. +1ലും +2ലും ഞാൻ ഏകദേശം ഒരേ ക്ലാസ്സസ് തന്നെയാണ് കാണുന്നത്. നല്ല ക്ലാസ്സസ് നോക്കി എനിക്ക് മനസ്സിലാവുന്ന നോക്കിയാണ് ഞാൻ എടുക്കാറ്. അപ്പം ചിലപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാനൽ കണ്ടുപിടിക്കും. അപ്പോൾ എൻ്റെത് പറയുവാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഞാൻ സൈലമാണ് കാണുന്നത്. നാച്ചു എന്ന് പറയുന്നൊരു സാറ്, അങ്ങനെ സാറിനെ വിളിക്കുന്ന ഒറിജിനൽ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ സാറിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ് ഞാൻ കാണാറ്. കാരണം 10th-ലും അതുപോലെ +1ലും എനിക്ക് അനുഭവമുണ്ട്. സാറ് പറയുന്ന ഗ്രാമർ പാർട്സ് ആണെങ്കിലും അതുപോലെ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും വന്നിട്ടുണ്ട് കേട്ടോ. കാരണം 10th-ൽ മോഡലിനാണോ ഫൈനൽ എക്സാമിനാണോ എന്ന് ഓർമ്മയില്ല, ഏതോ ഒരെണ്ണത്തിന് റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതാൻ നേരം നോ എന്ന് പറയുന്ന ഒരു റിപ്ലൈ പോലെ നമുക്കത് റിപ്പോർട്ട് ചെയ്ത് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ നോയ്ക്ക് നെഗറ്റീവ്ലി എന്നാണ് കൊടുക്കേണ്ടത്. എൻ്റെ ക്ലാസ്സിൽ ഭൂരിഭാഗം പേരും തെറ്റിച്ചു. പക്ഷെ ഞാൻ തലേന്ന് ഈ ക്ലാസ് കണ്ടിട്ടാണ് പോയത്, അതുകൊണ്ട് മാത്രം അത് ശരിയായി. അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ സൈലത്തിൻ്റെയാണ് ഇംഗ്ലീഷ് കാണാറ്. പിന്നെ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എഡ്യൂപോർട്ടും സൈലോ ആണ് കൂടുതൽ കാണാറ്. എനിക്ക് അജാസ് സാർ പറയുന്നതാണ് കുറച്ചുകൂടെ മനസ്സിലാവാറ്.
പിന്നെ ബയോളജിയുടെ കാര്യമാണെങ്കിൽ അർച്ചന മിസ്സിൻ്റെ ക്ലാസ്സാണ് കാണുന്നത്. പിന്നെ എഡ്യൂപോർട്ടിൻ്റെ ബോട്ടണി പഠിപ്പിക്കുന്ന ഒരു മിസ്സിൻ്റെ ദേവപ്രിയ മിസ്, പുള്ളിക്കാരിയുടെ ക്ലാസ്സും കാണാറുണ്ട്. പിന്നെ ഫിസിക്സിൻ്റെ കാര്യമാണെങ്കിൽ അലക്സ് സാറും അതുപോലെ ദിൽഷ മിസ്സിൻ്റെ ഒക്കെ ക്ലാസ്സാണ് കാണുന്നത്. പിന്നെ ഹിന്ദി ഞാൻ അങ്ങനെ കാണാറില്ലെങ്കിലും ഇത് കാണാറുണ്ട് കേട്ടോ, എഡ്യൂപോർട്ടും എക്സാമിനറും, ആ 2 ക്ലാസ്സുകൾ കാണാറുണ്ട്. എക്സാമിൻ്റെ സമയം വല്ല തലേന്നോ വല്ല മാരത്തോൺ ലൈവ് ഒക്കെ ഉണ്ടല്ലോ, അല്ലാതെ കാണാറില്ല. പിന്നെ കെമിസ്ട്രി എനിക്ക് ഏറ്റവും ഇഷ്ടം എക്സാമിനറിൻ്റെ മിസ്സിനെ. ഇപ്പം ഈ ഇടയ്ക്ക് ഈ കഴിഞ്ഞ വർഷം വന്നൊരു മിസ്സുണ്ടല്ലോ, ശരണ്യ എന്നാണ് തോന്നുന്നു മിസ്സിൻ്റെ പേര്, ആ മിസ്സിനെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ ചാനൽസൊക്കെയാണ് കാണുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഹൗ ഐ ഗോട്ട് 100 മാർക്സ് ഇൻ ഇംഗ്ലീഷ്. എങ്ങനെയാണ് എനിക്ക് ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് കിട്ടിയത്? സത്യം പറഞ്ഞാൽ ഞാൻ ടെക്സ്റ്റാണ് വായിക്കുന്നത് കൂടുതലും. അതുപോലെ തന്നെ ഞാൻ അന്നൊരു കഴിഞ്ഞ പാട്ടിലെ വീഡിയോയിൽ ഒരു ഗൈഡ് കാണിച്ചിട്ടുണ്ടല്ലോ, ആ ഗൈഡാണ് കൂടുതലും. ലാസ്റ്റ് സമയം കൊണ്ടായപ്പോഴാണ് ആ ഗൈഡ് കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ അതിലെ സമ്മറി ഒക്കെ നോക്കിയായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് ക്യാച്ചി വേർഡ്സൊക്കെ അങ്ങനെ പഠിച്ചു വെച്ചായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ ഈ ക്യാച്ചി ആയിട്ടുള്ള വേർഡ്സൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. പിന്നെ സൈലത്തിൻ്റെ ക്ലാസ്, ആ പോയിന്റ് ഞാൻ കഴിഞ്ഞ വട്ടം പറയാൻ വിട്ടുപോയി. സൈലത്തിൻ്റെ ആ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് വായന തന്നെയാണ് മുഖ്യം. ടെക്സ്റ്റ് ഞാൻ അരിച്ചു പറക്കി വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഥയുടെ സമ്മറിയൊക്കെ കാണാൻ പഠിക്കുക. അതുപോലെ ലാംഗ്വേജ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യാനാണ് ആക്ച്വലി നമുക്ക് ആ ലാസ്റ്റുള്ള ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പം അതൊക്കെ ഏകദേശം നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഫുള്ള് കിട്ടിയത്. പിന്നെ റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. ഞാൻ കൊടുത്തു, 2നും കൊടുത്തു കേട്ടോ. ഓരോ മാർക്ക് 2നും പോയില്ലേ, അപ്പോൾ അതിന് 2നും കൊടുത്തു. മാത്സിന് എനിക്ക് കുറച്ച് പ്രതീക്ഷയുണ്ട്, അറിയത്തില്ല. ബയോളജിയുടെ കാര്യം എനിക്ക് ഇച്ചിരി ഡൗട്ടാണ്. സുവോളജി എനിക്ക് ഇച്ചിരി പാടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇച്ചിരി ഡൗട്ടുണ്ട്. പിന്നെ ഇൻ കേസ് റീവാലുവേഷന് കിട്ടിയില്ലെങ്കിലും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോൾ +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഈ വട്ടം തൊട്ട് +2ൻ്റെ കൂടാണെന്നൊക്കെ പറയുന്നു. അപ്പം ഇത് രണ്ടും കൂടെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യമൊന്നും ഇതുവരെ തീരുമാനിച്ചില്ല. അതിന് ഞാൻ ശരിക്കും ആലോചിച്ച് +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പോയിട്ട് +2ൻ്റെ മാർക്കിനെ ബാധിക്കുമോ എന്നറിയാത്തത് കൊണ്ട് അതൊക്കെ ഇനിയും ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. അതുകൊണ്ട് ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ല. റീവാലുവേഷൻ്റെ റിസൾട്ട് വരട്ടെ എന്തായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.